അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടിയിൽ സ്വകാര്യ വ്യക്തി വിറ്റത് 60-ലധികം പ്ലോട്ടുകൾ. 5 മുതൽ 15 സെന്റ് വരെയുള്ള 60-ലധികം പ്ലോട്ടുകളാണ് വിറ്റിരിക്കുന്നത്. ഏക്കറിന് 3.5 കോടി രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. ഭൂമി വാങ്ങുവാൻ അഡ്വാൻസ് നൽകിയത് നിരവധി പേരാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അന്വേഷണത്തിന് ഉത്തരവിട്ട് റവന്യൂ മന്ത്രി. ബൈസൺ വാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്താണ് ഭൂമാഫിയ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടെ പാറ പൊട്ടിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും മരങ്ങൾ മുറിച്ചു നീക്കിയും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പനയ്ക്കായിട്ടാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ബ്ലോക്ക് നമ്പർ 005-ൽ സർവേ നമ്പർ 27/1 259/16 ഉൾപ്പെടുന്ന ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് നൽകിയ അനുമതിയുടെ പുറകിലാണ് പ്ലോട്ടുകൾ തിരിച്ചുള്ള വ്യാപക വിൽപ്പന നടന്നിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ 60-ലധികം പ്ലോട്ടുകൾ വിൽക്കുകയും നിരവധി പേർ സ്ഥലം വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകിയിട്ടുള്ളതായും പ്രദേശവാസികൾ പറയുന്നു. ചൊക്രമുടിയിൽ ഇവരൊരു വ്യാജ പട്ടയം ഒരു 14 ഏക്കർ പറയുന്നുണ്ട്. അതുകൂടാതെ റവന്യൂ ഭൂമി ഒരു 12 ഏക്കർ ഒരു വ്യാജ എഗ്രിമെൻറ്റോടെ അതും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 50-ഓളം ഏക്കർ ഭൂമി അല്ലാതെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. കുറിഞ്ഞി നശിപ്പിച്ച് പാറ പൊട്ടിച്ച് വലിയ റോഡ് വെട്ടി ഒത്തിരി അങ്ങനെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഈ പട്ടയം എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ ഏകദേശം 60 പ്ലോട്ടുകളോളം വിറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് 5 സെൻറ്റ് തൊട്ട് 15 സെൻറ്റ് വരെയുള്ള തുണ്ടുകളാക്കി പ്ലോട്ട് തിരിച്ച് വിറ്റിട്ടുണ്ട്. അതെല്ലാം 3.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷത്തിനൊക്കെയാണ് ഓരോ സെൻറ്റിനും വിറ്റിരിക്കുന്നത്. നിസ്സാര വിലയ്ക്ക് ഈ ഭൂമി കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വ്യാജ എഗ്രിമെൻ്റ് പേര് ഈ ഭൂമി കൈവശപ്പെടുത്തി ഭീമമായ തുകയ്ക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചിട്ട് പോകുന്ന ഒരു ഭൂമാഫിയാണ് ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത്. പരിസ്ഥിതി ലോല മേഖല ഇടിച്ചു നിരത്തി വിൽപ്പന നടത്തിയതിലൂടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൈകളിൽ എത്തിയത് കോടികളാണ്. സെന്റിന് 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള നിരക്കിലാണ് ഭൂമി പ്ലോട്ടുകളായി തിരിച്ച് വിറ്റിരിക്കുന്നത്. സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.